ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ നാട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാനിപ്പോൾ ഉറക്കം എണീറ്റു. ഇന്ന് തന്നെ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്കും പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല. ഈ കുറേ പാക്കിങ് കാര്യങ്ങളുണ്ട്, കുറച്ച് തുണി നനയ്ക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ എടുക്കണമെന്നൊന്നും അറിയില്ല. അപ്പം ഞാനിനി പല്ലൊക്കെ തേച്ച് വരാം. തുണി നനയ്ക്കാൻ പോകണം, കാരണം ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ ആകുമ്പോൾ ഉണങ്ങും. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് ഇനി താഴോട്ട് പോകാം. താഴോട്ട് പോയി നമുക്ക് ഫുഡ് കഴിക്കാം. കുറച്ച് പരിപാടിയുണ്ട്, 1-2 വീഡിയോസ് എടുക്കണമെന്നുണ്ട് ഷോർട്സിന്. അപ്പം നമുക്കിനി താഴോട്ട് പോകാം. ഇതാണ് ഞാൻ എടുക്കാൻ വെച്ചിരുന്ന വീഡിയോ, പക്ഷെ അമ്മയെല്ലാം എടുത്തിട്ട് വെച്ചു. ഇത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും റെസിപ്പി ആയിട്ടിടാം. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണിത്. സ്നേഹം കുറച്ച് പിന്നെ കാണാമായിരുന്നു നിങ്ങൾ. ഞാൻ പറയും. രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദോശയും സാമ്പാറും. ഞാൻ കഴിച്ചിട്ട് വരാം. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട് വൈകുന്നേരമൊക്കെ. ഇപ്പോൾ ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണ്. മഴയൊക്കെ പെയ്ത് വെള്ളം നിറയുമ്പം അവിടെ ഒരു ആറുണ്ട്. ആറ്റിലെ വെള്ളമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വീടിൻ്റെ മുറ്റം. അമ്മ ഒരു കൊച്ചു കാട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് റംബൂട്ടാൻ. ഇത് മരമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്തവണയാണ് ആദ്യമായിട്ട് കായ്ക്കുന്നത്. അപ്പോൾ ഇത് കോളേജ് സ്റ്റുഡൻസിൻ്റെ ഒരു വരുമാന മാർഗ്ഗമായിട്ടും പിന്നെ റിട്ടയർ ആയിട്ടിരിക്കുന്നവർക്ക് ഒരു ടൈം പാസിനായിട്ടൊക്കെ ഇത് ഇതൊരു ലാർജ് സ്കെയിലൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലാഭമുള്ളൊരു ബിസിനസ് തന്നെയാണ്. സോ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഉണങ്ങുന്നുള്ള പ്രതീക്ഷയിലാണ്. വലിയ വെയിലൊന്നുമില്ല, നല്ല കാറ്റുണ്ട്, പക്ഷേ നമുക്ക് കേൾക്കാൻ തോന്നുന്നു. സോ ഗൈസ്, തുണിയൊക്കെ വിരിച്ചിട്ട് ഇപ്പോൾ ഞാൻ താഴോട്ട് റൂമിലോട്ട് വന്നു. ഞാൻ അറിയാമല്ലോ, ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ ലഗേജും കാര്യങ്ങളൊന്നും എടുക്കാറില്ല, പക്ഷേ 2-3 ഡ്രസ്സ് കരുതും. എന്തായാലും എമർജൻസി വന്നാലോ എന്ന് വിചാരിച്ചാണ്, കുറച്ച് കൂടുതൽ ദിവസം നിൽക്കേണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ ഇട്ട ഡ്രസ്സ് കുറച്ച് ഞാൻ നനച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാംഗ്ലൂർ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വീട് മിസ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് പെട്ടെന്ന് വീട് മിസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരാളാണ്. അപ്പം 3 മാസം കൂടുമ്പോഴേക്കായിരിക്കും ഞാൻ നാട്ടിൽ പോകുന്നത്. അപ്പോൾ അതുവരെ എനിക്ക് ആ ഒരു ഇത് കിട്ടാനായിട്ട് വീട്ടിൽ നിന്ന് നനച്ച തുണി മണം എന്ന് പറയുന്നത് എനിക്ക് വീടിൻ്റെ മണം ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് തുണി നനച്ചുകൊണ്ട് പോകുന്നത്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുളിക്കണം. ആകെ മുഷിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ഉച്ച ആവാറായി. അപ്പം കുളിച്ചിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് ആദ്യം നമുക്ക് കുളിക്കാം, എന്നിട്ട് കുളിച്ചിട്ട് നമുക്ക് കാണാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് പോവാം. ഓക്കെ, ബൈ ഗൈസ്. ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഞാൻ പിന്നെ പാക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, കാരണം അത് വൈകുന്നേരത്തേക്കാക്കി. കാരണം ഡ്രസ്സ് ഇനി നനച്ചത് അകത്ത് വെക്കണം. പിന്നെ സ്കിൻ കെയറും കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ബസ്സിൽ കയറുക. കുറച്ച് ഡ്രസ്സ് ഇരിക്കുന്നത് ഞാൻ അകത്ത് വെച്ചു. പിന്നെ മൈക്കൊക്കെ ഞാൻ അകത്ത് വെച്ചു. ബാക്കി സാധനങ്ങൾ എനിക്ക് വൈകുന്നേരം ഒന്ന് റെഡിയായിട്ട് മാത്രമേ എനിക്ക് അകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കുളിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നയാസിനിമേഡിൻ്റെ സെറം ഇട്ടു, പിന്നെ ഒരു ഹെയർ സെറം ഇട്ടു. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഞാനൊരു ഇവിടെ വരുമ്പോൾ എനിക്കങ്ങനെ കൂടുതൽ സ്കിൻ കെയർ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരാറില്ല നാട്ടിൽ വരുമ്പോൾ. ആൻഡ് പിന്നെ ഒരു ബോഡി ലോഷനും ഇട്ടു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി എന്താ പരിപാടി? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. ഇനി ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും കുറച്ചൊന്ന് ബിസി ആവും. അതുവരെ കുറച്ച് ഫ്രീ ആണ് ഞാൻ. ഇന്നത്തെ ദിവസം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, 2 ദിവസം ഭയങ്കര ഓട്ടമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു സമയത്തിന് വീട്ടിൽ വന്ന് കയറിയപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ബാക്കി എന്താ പറയുക ഡേ ഇൻ മൈ ലൈഫ് എടുക്കാതെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കൊണ്ട്. കാരണം റിലാക്സ്ഡ് ആണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. പിന്നെന്താ ഉള്ളത്? ഞാനിപ്പം നാട്ടിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് സാധനം വേണമെങ്കിൽ കാണിച്ചു തരാം.
ഇത് പ്ലമ്മിൻ്റെ നയാസിനിമേഡിൻ്റെ സെറമാണ്. ഇതാണ് ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് യൂസ് ചെയ്യുന്നത്. നയാസിനിമേഡ് എനിക്ക് അത്യാവശ്യം സ്കിന്നിന് കുറച്ച് ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് കുറേ നാൾ മുന്നേ കുറച്ച് കുരുവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഒന്ന് ഫെയ്ഡ് ഔട്ട് ആവുന്നുണ്ട്. എൻ്റെ സ്കിൻ കുറച്ചുകൂടി ഒന്ന് ഈവനായി വരുന്നുണ്ട്. സ്കിൻ കെയർ പ്രോപ്പറായിട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പം ഭയങ്കര ബിസിയാകുമ്പോൾ എനിക്ക് നേരെ നോക്കാൻ പറ്റാറില്ല. ആ സമയത്ത് എൻ്റെ സ്കിന്നിൽ അത് കാണാറുമുണ്ട്. ഈവൻ പിഗ്മെൻറ്റേഷനും എല്ലാം നല്ല കുറച്ച് വ്യത്യാസമുണ്ട്. എൻ്റെ ഫേസ് തന്നെ അത്യാവശ്യം കുറച്ച് നോർമൽ ടു ഡ്രൈ ആണ്. അപ്പോൾ പിന്നെ എൻ്റെ കയ്യും കാലും എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഇന്നതൊന്നും ഇല്ല. എനിക്ക് നിവിയയുടെ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ബോഡി ഷോപ്പിൻ്റെ തന്നെ പലതും യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ബാത്ത് ആൻഡ് ബോഡിയുടെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. അപ്പം ഇപ്പം ഞാൻ നാട്ടിൽ വരുമ്പം മാക്സിമം ചെറുത് നോക്കി എടുത്തതാണ്. അപ്പം ഞാൻ ഈ ഒരു ബോഡി ഷോപ്പിൻ്റെ ആൽമണ്ട് മിൽക്കിൻ്റെ ഒരു യോഗേർട്ടാണ് ഞാൻ എടുത്തത്. പിന്നെ ഹെയർ സെറം ഞാനിപ്പം മുടി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കാരണം അവർ സജസ്റ്റ് ചെയ്തതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ഡ്രൈ ആൻഡ് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ട്, കുറച്ചൊന്ന് ഒതുങ്ങുന്നുണ്ട്. പക്ഷേ ഡ്രൈനെസ്സിന് വലിയ കുറവൊന്നുമില്ല. കാരണം ഇന്നാൾ നമ്മളെല്ലാവരും കൂടെ മറ്റേ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സ്റ്റെക്കേഷന് പോയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൽ പൂളി ചാടിയതിന് ശേഷം മുടി കുറച്ചൊന്ന് ഇതായിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ അല്ലേ, അപ്പം ഷവർ ക്യാപ്പ് വെച്ചിട്ട് വേണമായിരുന്നു ചാടാനായിട്ട്. അങ്ങനെ മുടി കുറച്ചൊന്ന് ഡാമേജ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ അതിൻ്റേതായ കണ്ടീഷണറും ഷാമ്പുവും ഒക്കെ ഇടുന്ന സമയത്ത് കുഴപ്പമില്ല. കറക്റ്റ് എല്ലാ ആഴ്ച ഇട്ടില്ലെങ്കിൽ എൻ്റെ മുടി വീണ്ടും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പക്ഷേ എന്നെപ്പോലെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ ഞാനൊരു സെറം കാണിച്ചു തരാം. ആ സെറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാനേജബിളാണ്. ഇപ്പോൾ ഒരുപാട് പേര് എന്നെ അറിയാവുന്നവർ ചോദിക്കും, എൻ്റെ മുടി അറിയാവുന്നവർ ചോദിക്കുന്നതാണ് ഇങ്ങനെ പറ്റിയ സെറം ഏതാന്ന്. വെല്ലയുടെ ഓയിൽ റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കിട്ടും. അപ്പം ഇത് നല്ലതാണ്, അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ഇതങ്ങനെ ഡിസ്കൗണ്ടിൻ്റെ അധികം വരാറുള്ള സാധനമല്ല. നമ്മൾ നമ്മുടെ ഹെയർ നല്ലോണം കെയർ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോവും. ഞാൻ ഇപ്പോഴാണ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ആയി കുറേ ഉള്ളു പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ കെയർ ചെയ്യാൻ തുടങ്ങിയത്. നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ നേരത്തെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞല്ലോ എനിക്ക് എന്ത് വീഡിയോ ഇടണം എന്ത് പറയണം. ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ബ്രെയിൻ ഫോഗ്ഡ് കൈൻഡ് ഓഫ് സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഇപ്പം നാട്ടിലൊക്കെ വന്നപ്പോഴാണ് ഒന്ന് എൻ്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ഒന്ന് ഇതാവുന്നത്, ഒരു ക്ലാരിറ്റി വരുന്നത് ഒക്കെ. അപ്പോൾ എനിക്കിപ്പോൾ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇപ്പം എപ്പോഴാണ് ഇങ്ങനെ ഓരോന്നൊക്കെ തലയിൽ വരുന്നത് എനിക്കതപ്പോൾ എഴുതി പോകണം എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. അപ്പം അങ്ങനെ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് മിക്കവാറും നമ്മളിനി ലഞ്ചിനായിരിക്കും കാണാം. അപ്പം നമുക്കിനി അപ്പോൾ കാണാം. സോ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനി എപ്പോൾ എഡിറ്റ് ചെയ്യുന്നൊന്നും അറിയില്ല. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ കൂടുതൽ എടുത്തു. കാരണം ട്രൈപോഡൊന്നും ഇല്ലാത്ത കാരണം കൈ ഭയങ്കരമായിട്ട് കിടയ്ക്കുന്നു കയ്യിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് എടുത്താണ് ഞാൻ എടുത്തത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെയിറ്റ് ഫോർ ദാറ്റ്. ഞാനൊരു കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു ദോശ മാത്രമല്ലേ കഴിച്ചുള്ളൂ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ലവണ്ണം പസി എടുക്കുന്നത്. നമുക്ക് പോയി എന്താണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്ന് നോക്കാം. ഇപ്പോൾ മണി 1 ആവാറായി, പക്ഷേ ലഞ്ച് ആവുന്നതേ ഉള്ളപ്പോഴേക്കും നമുക്ക് ഈ അമ്മ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്പെഷ്യൽ സാലഡ് കഴിച്ചു നോക്കാം. കുറച്ചുകൂടെ പിടിച്ചു വരാനുണ്ട്. പാവയ്ക്ക ഇപ്പം കഴിക്കാൻ പറ്റുന്നൊരു സ്റ്റേജ് അല്ല. മാങ്ങ കൊള്ളാം, എരിവ് പിടിച്ചിട്ടില്ല. മാങ്ങയിലെ പുളി പിടിച്ചു വരുന്നു. കുറച്ചുകൂടെ ഉപ്പിടാനുണ്ടെന്ന് തോന്നുന്നു. ഉപ്പ് കുറവാ, അതുകൊണ്ടാണ്. അപ്പോഴേ വെള്ളം വരുള്ളൂ. ഉപ്പില്ല. കുറച്ചുകൂടെ ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പിടുമ്പോൾ ശരിയാവും. അപ്പോൾ മാങ്ങ മാത്രം പെറുക്കി തിന്നാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കുവാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം കൂടെ വെച്ചിട്ട്
കഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ലഞ്ച്. ഒരു 5 സ്പൂൺ അരി വരും, പിന്നെ മാങ്ങ ഇട്ട ചെമ്മീൻ കറി, കുറേ ബീൻസ് തോരൻ. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. ഞാനും ഉണ്ടാവും. കത്തിരിക്ക, ചേമ്പ്, വെണ്ടയ്ക്ക, കൈനിട്ട. ഇതാണ് എൻ്റെ ഡയറ്റ്. നമ്മുടെ ഡേറ്റ് അവർക്ക് കണ്ടുകൂടാ. എൻ്റെ ഡയറ്റും കൂടെ കാണിച്ചോട്. കാണിക്കേ കാണിക്കേ ബാലൻസ് ചെയ്യാം കാണിക്കാൻ വിതൗട്ട് എക്സസൈസ്. ചെമ്മീൻ കുറച്ചുകൂടെ പിടിച്ചാണ്ട് അത്രേ ഉള്ളൂ. മമ്മീനെ കാണിക്കട്ടെ മമ്മിയുടെ ഡയറ്റ്. കണ്ടില്ലല്ലോ ആദ്യം. ഇതൊക്കെ തന്നെ ആദ്യം എടുത്തത്. എനിക്ക് വീഡിയോ എടുക്കുന്നത്. സോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലെത്തി. നിങ്ങൾ കേട്ട് കാണുമല്ലോ താഴത്തെ കോൺവെർസേഷൻസോ. മിക്ക ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കോൺവെർസേഷൻസ് പോകാറുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ക്ലിപ്സ് ആൻഡ് ബൈറ്റ്സാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. വലിയ പരിപാടിയൊന്നുമില്ല. കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കണം. കുറച്ച് ഫോണും കാര്യങ്ങളൊക്കെ ഒന്ന് ചാർജ് ചെയ്യണം. പോകുന്നതിന് മുന്നേ ചാർജ് ചെയ്യണം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ വന്ന് അറിയിക്കാം. അതേപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ച ഒരു കാര്യമാണ് ഹോം ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ നാട്ടിലത്തെ വീട്ടിൽ ഹോം ടൂർ ഇപ്പോൾ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ച് അല്ലറ ചില്ലറ പണികൾ ഇവിടെ ഉണ്ട് ചെയ്യാനായിട്ട്. കല്യാണ സമയത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൊറോണ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന കാരണം അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം ചെയ്തിട്ട് ഞാനൊരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു 1 ഇയർ ടൈം എടുക്കും. കാരണം അത്യാവശ്യം മേജർ പണികളുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ഈ വീടെന്ന് പറയുന്നത് ഒരു 16 വർഷം മുന്നേ ഉണ്ടാക്കിയ വീടാണ്. അപ്പോൾ അതെല്ലാം തീർത്തിട്ട് ഞാനൊരു ഹോം ടൂർ എടുക്കുന്നതാണ്. ഇപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു 6:30 മണി കഴിഞ്ഞു. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം ബിസി ആയിപ്പോയി. പിന്നെ വല്യമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറണം, റെഡി ആവണം. കുറച്ച് തിരക്കിലായിപ്പോയി. ഇനിയപ്പോൾ താഴെ പോയി അവരോട് കുറച്ച് ഇതൊക്കെ സംസാരിച്ചിരുന്ന് അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇറങ്ങാറായി. ഇപ്പോൾ പോകാറായി ഇവിടെ നിന്ന്. മിക്കവാറും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഡേ ഇൻ മൈ ലൈഫ്. ഇനിയിപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ വെളിച്ചമൊന്നും കാണത്തില്ലല്ലോ. അപ്പം എന്തോ പറയണമെന്ന് അറിയത്തില്ല. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടന്നുറങ്ങും. നാളെ രാവിലെ ആകുമ്പോൾ ബാംഗ്ലൂരെത്തും. ഓഫീസിൽ പോകണം. പിന്നെയും സെയിം ഷെഡ്യൂൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. കാര്യമായിട്ടൊന്നുമില്ല. ഒരു വളരെ റിലാക്സിങ് ആയിട്ടുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അറ്റ് നേറ്റീവായിട്ട് നിങ്ങൾക്കിത് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറച്ച് നല്ല നല്ല കണ്ടൻറ്റായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് വരാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത്രയൊക്കെ പറയാനുള്ളൂ കേട്ടോ. നമുക്കിനി മറ്റൊരു വ്ലോഗിൽ പിന്നെ ഒരു ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.